ഹായ് ഫ്രണ്ട്സ്, സഹകാരി റേസ് പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ എന്താണ് SCERT ബ്ലൂ പ്രിൻ്റ് ആണ് അല്ലേ? അതായത് നമ്മുടെ PSCയിൽ PYQ ആയിട്ട് SCERT ഒരുപാട് ചോദിച്ച് കണ്ടിട്ടില്ലേ? SCERT വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PSCക്ക്. നമുക്ക് SCERT അതായത് PSC ഒരുപാട് സോഴ്സ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് SCERT. SCERTയിലെ സെയിം സെൻറ്റൻസ് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ഒരു പ്രധാന ടോപ്പിക്കല്ലേ ലെൻസ്? അതെ അല്ലേ? ആ ലെൻസിൽ SCERT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എന്തൊക്കെ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നോക്കുന്ന എന്താണ്? നിങ്ങൾ കാണുന്ന പോലെ 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ ലെൻസുകൾ എന്ന ചാപ്റ്ററിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. കോൺവെക്സ് ലെൻസുമായി ബന്ധമില്ലാത്തത് ഏത്? കോൺവെക്സ് ലെൻസുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ എ അരികുകൾ കനം കുറഞ്ഞതാണ്. ഓപ്ഷൻ ബി മധ്യഭാഗം കനം കുറവ്. ഓപ്ഷൻ സി വസ്തുക്കളെ വലുതാക്കി കാണാൻ കഴിയും. ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. അപ്പൊ എന്താണ് ചോദിച്ചിരിക്കുന്നത്? കോൺവെക്സ് ലെൻസിനെ കുറിച്ചാണ് അല്ലെ? കോൺവെക്സ് ലെൻസുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്താണെന്ന് അറിയാമോ? ഓപ്ഷൻ ബി മധ്യഭാഗം കനം കുറവ്. ഓപ്ഷൻ ബി മധ്യഭാഗം കനം കുറവ് എന്നതാണ് ഇതിന്റെ ആൻസർ. നമുക്ക് നോക്കാം. കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസിന്റെയും ഒരു വ്യത്യാസം ഒരു ടേബിള് നമ്മുടെ SCERTയിൽ പറയുന്നുണ്ട്. എന്താ നോക്കിയാലോ? എന്താ ഇവിടെ രണ്ട് ചിത്രം കാണുന്നില്ലേ? ഇതാണ് കോൺവെക്സ് ലെൻസ്, ഇതാണ് കോൺകേവ് ലെൻസ്. കണ്ടില്ലേ? എന്താണ്? ഇത് കോൺവെക്സ് ലെൻസ് ആണ്, ഇത് കോൺകേവ് ലെൻസ് ആണ്. നോക്കൂ, കോൺവെക്സ് ലെൻസിൽ പറയുന്നുണ്ട് മധ്യഭാഗം കനം കൂടിയതാണ്. ശരിയല്ലേ? ഇതല്ലേ കോൺവെക്സ് ലെൻസ്? കോൺവെക്സ് ലെൻസിന്റെ മധ്യഭാഗം കനം കൂടിയതല്ലേ? ആണ്. അപ്പൊ കോൺകേവ് ലെൻസിൽ എങ്ങനെയായിരിക്കും? മധ്യഭാഗം കനം കുറവല്ലേ? അപ്പൊ കോൺവെക്സ് ലെൻസിൽ മധ്യഭാഗം കനം കൂടിയതാണ്, കോൺകേവ് ലെൻസിൽ മധ്യഭാഗം കനം കുറവാണ്. നോക്കൂ, അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോൺകേവ് ലെൻസിൽ അരിക് കനം കൂടിയതാണ്. ശരിയല്ലേ? ഇതാ നോക്കിയേ, കോൺകേവ് ലെൻസിൽ അരിക് കനം കൂടുതലല്ലേ? എന്നാൽ കോൺവെക്സ് ലെൻസിൽ എന്താണ്? അരിക് കനം കുറവാണല്ലേ? ഇവിടെ മധ്യഭാഗമാണ് കൂടുതൽ, അരിക് കനം കുറവാണ്. ഇതാ ആ ടേബിൾ ഇതാ ഒന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് നോക്കിയാലോ? കോൺവെക്സ് ലെൻസ് നോക്കാം. അരികുകൾ കനം കുറഞ്ഞതാണ്. ശരിയാണല്ലേ? നമ്മൾ കുറച്ചു മുന്നേ കണ്ടതാണ്. എന്താണ്? ലെൻസിന്റെ അരികുകൾ വളരെ കനം കുറവാണ്. മധ്യഭാഗം കനം കൂടിയതാണ്. ശരിയല്ലേ? മധ്യഭാഗം കനം കൂടിയതാണ്. വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ കഴിയും. അപ്പൊ കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത എന്താണ്? വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ കഴിയും. കോൺകേവ് ലെൻസ് എന്താണ്? അരികുകൾ കനം കൂടിയത് അല്ലെ? നമ്മൾ കുറച്ചു മുന്നേ കണ്ടതാണ് അല്ലേ? അരികുകൾ കനം കൂടിയതാണല്ലേ ഇതാ. എന്നാൽ മധ്യഭാഗം കനം കുറവാണ്. എന്നാൽ വസ്തുക്കളെ ചെറുതാക്കി കാണിക്കുന്നു. എന്താണ് കോൺകേവ് ലെൻസ് ചെയ്യുന്നത്? വസ്തുക്കളെ ചെറുതാക്കി കാണിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. വസ്തുക്കളെ ചെറുതാക്കി കാണിക്കുന്ന ലെൻസ് ഏതാണ്? അത് കോൺകേവ് ലെൻസ് ആണ്. എന്നാൽ വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ലെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, ഇതാ നമുക്കൊരു അടുത്ത ചോദ്യം നോക്കാം. അപവർത്തന പ്രതലങ്ങൾ ഗോളങ്ങളുടെ ഭാഗമായി വരുന്ന സുതാര്യ മാധ്യമങ്ങളാണ്. ഓപ്ഷൻ എ മിററുകൾ, ഓപ്ഷൻ ബി പ്രിസങ്ങൾ, ഓപ്ഷൻ സി ലെൻസുകൾ, ഓപ്ഷൻ ഡി ഗ്ലാസ് സ്ലാബുകൾ. അപ്പൊ എന്താണ്? അപവർത്തന പ്രതലങ്ങൾ ഗോളങ്ങളുടെ ഭാഗമായി വരുന്ന സുതാര്യ മാധ്യമം. എന്താണ് സുതാര്യ മാധ്യമം? നമുക്കറിയാം, പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുവാണ് സുതാര്യ മാധ്യമം അല്ലെ? അപ്പോൾ അപവർത്തന പ്രതലങ്ങൾ ഗോളങ്ങളുടെ ഭാഗമായി വരുന്ന സുതാര്യ മാധ്യമങ്ങളാണ്. ഓപ്ഷൻ സി ലെൻസുകൾ. ഓപ്ഷൻ സി ഏതാണ്? ലെൻസുകൾ. നോക്കാം, ഇത് നമ്മുടെ SCERTയിൽ പറയുന്ന ഒരു പോയിന്റ് ആണ്. അപവർത്തന പ്രതലങ്ങൾ ഗോളങ്ങളുടെ ഭാഗമായി വരുന്ന സുതാര്യ മാധ്യമങ്ങളാണ് ലെൻസ്. എന്താണ്? അപവർത്തന പ്രതലങ്ങൾ ഗോളങ്ങളുടെ ഭാഗമായി വരുന്ന സുതാര്യ മാധ്യമങ്ങളാണ് ലെൻസ്. അടുത്ത ചോദ്യം നോക്കാം. ഒരു ലെൻസിന്റെ മധ്യബിന്ദു ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒരു ലെൻസിന് നമുക്കറിയാം, കോൺകേവ് ആയിക്കോട്ടെ കോൺവെക്സ് ആയിക്കോട്ടെ, അതിന്റെ മധ്യബിന്ദു ഏത് പേരിൽ അറിയപ്പെടുന്നു? വക്രതാ കേന്ദ്രമാണോ, പ്രകാശിക കേന്ദ്രമാണോ, അപ്പർച്ചർ ആണോ, ഫോക്കസ് ആണോ? അത് ഓപ്ഷൻ ബി പ്രകാശിക കേന്ദ്രമാണ് അല്ലെ? ഓപ്ഷൻ ബി പ്രകാശിക കേന്ദ്രമാണ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ അടുത്ത ചോദ്യം നോക്കിയാലോ. ക്യാമറ, മൈക്രോസ്കോപ്പ് തുടങ്ങിയ ഉപകരണങ്ങളിൽ പ്രകാശം കടന്നു പോകുന്ന ഭാഗത്തിന്റെ അളവ് വ്യത്യാസപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് എന്താണ്? അപ്പൊ എന്തൊക്കെയാണ്? ക്യാമറ,
മൈക്രോസ്കോപ്പ് തുടങ്ങിയ ഉപകരണങ്ങളിൽ പ്രകാശം കടന്നുപോകുന്ന ഭാഗത്തിന്റെ അളവ് വ്യത്യാസപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് എന്താണ്? പ്രകാശിക കേന്ദ്രം, വക്രതാ കേന്ദ്രം, അപ്പർച്ചർ, പ്രകാശിക അക്ഷം. ഇതിലേതാണ്? അത് ഓപ്ഷൻ സി അപ്പർച്ചർ ആണല്ലേ. ഓപ്ഷൻ സി അപ്പർച്ചർ ആണ് ക്യാമറ, മൈക്രോസ്കോപ്പ് തുടങ്ങിയ ഉപകരണങ്ങളിൽ പ്രകാശം കടന്നുപോകുന്ന ഭാഗത്തിന്റെ അളവ് വ്യത്യാസപ്പെടുത്താൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയാലോ. ലെൻസിന്റെ ഓരോ അപവർത്തന പ്രതലവും ഓരോ ഗോളത്തിന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ ലെൻസിന്റെ ഓരോ അപവർത്തന പ്രതലവും ഓരോ ഗോളത്തിന്റെ ഭാഗമാണ്. ഈ ഗോളങ്ങളുടെ കേന്ദ്രങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. എ പ്രകാശിക കേന്ദ്രങ്ങൾ, ഓപ്ഷൻ ബി ഫോക്കസ് ബിന്ദുക്കൾ, ഓപ്ഷൻ സി വക്രതാ കേന്ദ്രങ്ങൾ, ഓപ്ഷൻ ഡി വക്രത ആരങ്ങൾ. ഏതാണ് അത്? ഓപ്ഷൻ സി വക്രതാ കേന്ദ്രങ്ങളാണ് അല്ലേ. ഓപ്ഷൻ സി വക്രതാ കേന്ദ്രങ്ങളാണ്. ഒരു ചോദ്യം കൂടെ നോക്കിയാലോ. താഴെ പറയുന്നവയിൽ പ്രകാശിക അക്ഷത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ പ്രകാശിക അക്ഷത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഇത് ലെൻസിന്റെ മധ്യബിന്ദുവാണ്. ശരിയാണോ? ഇത് ലെൻസിന്റെ മധ്യബിന്ദുവാണോ? അല്ല, ഇത് ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശത്തിന്റെ അളവാണ്. ശരിയാണോ? അതുമല്ല, ഇത് വക്രതാ കേന്ദ്രങ്ങളിലൂടെ കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണ്. ശരിയാണോ? ശരിയാണല്ലേ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി. അതായത് എന്താണ്? പ്രകാശിക അക്ഷത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഇത് വക്രതാ കേന്ദ്രങ്ങളിലൂടെ കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയാലോ. ലെൻസിന്റെ നിർമ്മാണത്തിന് ആധാരമായ ഗോളങ്ങളുടെ കേന്ദ്രങ്ങളെയാണ് വക്രതാ കേന്ദ്രങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് വക്രതാ കേന്ദ്രങ്ങൾ? ലെൻസിന്റെ നിർമ്മാണത്തിന് ആധാരമായ ഗോളങ്ങളുടെ കേന്ദ്രങ്ങളെയാണ് വക്രതാ കേന്ദ്രങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ ലെൻസിന് എത്ര വക്രതാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും? ഒരു സാധാരണ ലെൻസിന് എത്ര വക്രതാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും? 2 ആണ് കേട്ടോ. ഒരു സാധാരണ ലെൻസിന് 2 വക്രതാ കേന്ദ്രങ്ങളാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയല്ലോ. ആ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമ്മുടെ 10ാം ക്ലാസ്സിലെ ലെൻസുകൾ എന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ട്. നമുക്ക് നോക്കിയാലോ. ലെൻസുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് അല്ലെ. പ്രകാശിക കേന്ദ്രം ഒപ്റ്റിക് സെന്റർ, വക്രതാ കേന്ദ്രങ്ങൾ സെന്റർ ഓഫ് കർവേച്ചർ, പ്രകാശിക അക്ഷം ഒപ്റ്റിക് ആക്സിസ്, അപ്പേച്ചർ. ഇങ്ങനെ 4 പദങ്ങൾ നിങ്ങൾക്ക് കാണാം അല്ലെ. നമുക്ക് എന്താണ് ആദ്യത്തെ പദം എന്ന് നോക്കിയാലോ. പ്രകാശിക കേന്ദ്രം അല്ലെങ്കിൽ ഒപ്റ്റിക് സെന്റർ. എന്താണ് പ്രകാശിക കേന്ദ്രം? ലെൻസിന്റെ മധ്യബിന്ദുവാണ് പ്രകാശിക കേന്ദ്രം. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് കോൺവെക്സ് ലെൻസ് ആണ് അല്ലേ. ഇത് കോൺകേവ് ലെൻസ് ആണ്. ഈ കോൺവെക്സ് ലെൻസിനും ഒരു മധ്യബിന്ദു ഉണ്ട്, കോൺകേവ് ലെൻസിനും ഒരു മധ്യബിന്ദു ഉണ്ട് ഇല്ലേ. ആ മധ്യബിന്ദുവിനെ പറയുന്ന പേരാണ് പ്രകാശിക കേന്ദ്രം അല്ലെങ്കിൽ ഒപ്റ്റിക് സെന്റർ. അപ്പോൾ എന്താണ് പ്രകാശിക കേന്ദ്രം അല്ലെങ്കിൽ ഒപ്റ്റിക് സെന്റർ എന്ന് പറയുന്നത്? കോൺവെക്സ് ലെൻസ് ആയിക്കോട്ടെ, കോൺകേവ് ലെൻസ് ആയിക്കോട്ടെ, ആ ലെൻസിന്റെ മധ്യബിന്ദുവാണ് ഒപ്റ്റിക് സെന്റർ. അപ്പൊ മറക്കരുത്, എന്താണ് പ്രകാശിക കേന്ദ്രം എന്ന് ചോദിച്ചാൽ ഒരു ലെൻസിന്റെ മധ്യബിന്ദുവാണ് പ്രകാശിക കേന്ദ്രം. അതിവിടെ O എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. എന്താണ്? O എന്ന്, അതായത് ഒപ്റ്റിക് സെന്ററിന്റെ O എന്നാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത വാക്ക് നോക്കിയാലോ. വക്രതാ കേന്ദ്രങ്ങൾ അല്ലെ. എന്താണ് വക്രതാ കേന്ദ്രങ്ങൾ? സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചർ. എന്താണ് വക്രതാ കേന്ദ്രങ്ങൾ? കുറച്ചു മുന്നേ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടതാണല്ലേ. അപ്പോൾ എന്താണത്? പഠിക്കാം. ലെൻസിന്റെ ഓരോ അപവർത്തന പ്രതലവും ഗോളത്തിന്റെ ഭാഗമാണ്. എന്താണ്? ലെൻസിന്റെ ഓരോ അപവർത്തന പ്രതലവും ഗോളത്തിന്റെ ഭാഗമാണ്. ഈ ഗോളങ്ങളുടെ കേന്ദ്രങ്ങളാണ് വക്രതാ കേന്ദ്രങ്ങൾ. നമുക്കറിയാം, ലെൻസിന്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഗോളത്തിന്റെ ഭാഗമാണ് അല്ലേ. അതായത് ലെൻസിന്റെ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഗോളത്തിന്റെ ഭാഗവും ലെൻസിന്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഗോളത്തിന്റെ ഭാഗവുമാണ്. അപ്പൊ എന്താണ് വക്രതാ കേന്ദ്രങ്ങൾ? ലെൻസിന്റെ ഓരോ അപവർത്തന പ്രതലവും ഗോളത്തിന്റെ ഭാഗമാണല്ലോ. ഈ ആദ്യത്തെ ഗോളത്തിന്റെ ഭാഗമാണ് ഈ ലെൻസിന്റെ ഭാഗം, ഈ ഗോളത്തിന്റെ ഭാഗമാണ് ഈ ലെൻസിന്റെ ഭാഗം. അപ്പോൾ ഈ ഗോളങ്ങളുടെ കേന്ദ്രങ്ങളാണ് വക്രതാ കേന്ദ്രങ്ങൾ. അതായത് ഈ ഒരു ഗോളത്തിന്റെ സെന്റർ ആണ് C2 എന്ന് കാണിക്കുന്നത്, ഈ ഒരു ഗോളത്തിന്റെ സെന്റർ ആണ് C1 എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വക്രതാ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വക്രതാ കേന്ദ്രം?
നമ്മൾ ആദ്യം പഠിച്ച എന്താണ് പ്രകാശിക കേന്ദ്രം എന്താണ്? തിരിഞ്ഞു പോകരുത് ഒരിക്കലും. പ്രകാശിക കേന്ദ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെൻസിന്റെ മധ്യബിന്ദുവാണ് അല്ലേ. എന്നാൽ എന്താണ് വക്രതാ കേന്ദ്രം? വക്രതാ കേന്ദ്രം എന്താണെന്ന് ചോദിച്ചാൽ ഈ ലെൻസിന്റെ ഭാഗമായി വരുന്ന, ലെൻസ് എന്തിന്റെ ഭാഗമാണ്? ഗോളത്തിന്റെ ഭാഗമാണ് അല്ലേ. ഈ ലെൻസ് ഗോളത്തിന്റെ ഭാഗമാണ്. ആ ഗോളത്തിന്റെ സെന്റർ ആണ്, അല്ലെങ്കിൽ ആ ഗോളത്തിന്റെ കേന്ദ്രങ്ങളാണ് വക്രതാ കേന്ദ്രങ്ങൾ. അപ്പോൾ ഒരു ലെൻസിന് എത്ര വക്രതാ കേന്ദ്രങ്ങളുണ്ട്? 2 വക്രതാ കേന്ദ്രങ്ങളുണ്ട് അല്ലേ. അതായത് 2 ഗോളം ചേർന്നാണ് ഒരു ലെൻസ് ഉണ്ടാകുന്നത്. കോൺകേവ് ആയാലും കോൺവെക്സ് ആയാലും നമുക്ക് നോക്കാം. ഇതൊരു ഗോളം, ഇതൊരു ഗോളം. കോൺകേവ് ആണെങ്കിൽ ഇത് ഒരു ഗോളം, ഇതൊരു ഗോളം. അപ്പോൾ 2 വക്രതാ കേന്ദ്രങ്ങളാണ് ലെൻസിനുണ്ടാവുക. ഇവിടെ കോൺവെക്സിനാണെങ്കിൽ ഇത് C2 എന്നും C1 എന്നും വരുന്നു. കോൺകേവിനാണെങ്കിൽ ഇതൊരു വക്രതാ കേന്ദ്രമാണ്, സെന്റർ ഓഫ് കർവേച്ചർ ആണ്. ഇത് വേറൊരു വക്രതാ കേന്ദ്രമാണ്, സെന്റർ ഓഫ് കർവേച്ചർ ആണ്. മനസ്സിലായില്ലേ? ഒരിക്കലും തിരിഞ്ഞു പോകല്. വക്രതാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ലെൻസിന്റെ, അതായത് ഗോളത്തിന്റെ ഭാഗമാണ് ലെൻസ്. ആ ഗോളങ്ങളുടെ കേന്ദ്രങ്ങളാണ് വക്രതാ കേന്ദ്രങ്ങൾ. എന്നാൽ പ്രകാശിക കേന്ദ്രം എന്തെന്ന് ചോദിച്ചാൽ അത് ലെൻസിന്റെ മധ്യബിന്ദു ആണ്. ഓക്കെ, നമുക്ക് അടുത്ത പദം എന്താണെന്ന് നോക്കാം. പ്രകാശിക അക്ഷം അല്ലെങ്കിൽ ഒപ്റ്റിക് ആക്സിസ് അല്ലെ. പ്രകാശിക അക്ഷം അല്ലെങ്കിൽ ഒപ്റ്റിക് ആക്സിസ് എന്താണത്? ലെൻസിന്റെ വക്രതാ കേന്ദ്രങ്ങളിലൂടെയും പ്രകാശിക കേന്ദ്രത്തിലൂടെയും കടന്നുപോകുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശിക അക്ഷം. അപ്പോൾ എന്താണ്? ലെൻസിന്റെ വക്രതാ കേന്ദ്രങ്ങളിലൂടെയും, ഇവിടെ ഒരു വര കാണുന്നില്ലേ? ഈ വര ഏത് വഴിയൊക്കെ പോകുന്നു? ഇവിടെ നിന്ന് ഇങ്ങനെ പാസ് ചെയ്ത് ആദ്യത്തെ വക്രതാ കേന്ദ്രത്തിലൂടെ പാസ് ചെയ്യുന്നു. അടുത്ത എന്താണ്? പ്രകാശിക കേന്ദ്രത്തിൽ പാസ് ചെയ്യുന്നു. വീണ്ടും അടുത്ത വക്രതാ കേന്ദ്രത്തിലൂടെ പാസ് ചെയ്യുന്നു. ഇതൊരു സാങ്കല്പിക രേഖയാണ് അല്ലെ, ഒരു സാങ്കല്പിക രേഖയാണ്. അപ്പോൾ ലെൻസിന്റെ വക്രതാ കേന്ദ്രങ്ങളിലൂടെയും പ്രകാശിക കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശിക അക്ഷം അല്ലെ. എന്താണ് പ്രകാശിക അക്ഷം അല്ലെങ്കിൽ ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത്? കോൺവെക്സ് ലെൻസിലാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാം. കോൺകേവിലാണെങ്കിലും ഒരു വര വരയ്ക്കുന്നു അല്ലെ. ആദ്യത്തെ വക്രതാ കേന്ദ്രത്തിലൂടെ പാസ് ചെയ്യുന്നു, വീണ്ടും അതൊരു പ്രകാശിക കേന്ദ്രത്തിലൂടെ പാസ് ചെയ്യുന്നു, വീണ്ടും വക്രതാ കേന്ദ്രത്തിലൂടെ പാസ് ചെയ്യുന്ന ഒരു സാങ്കല്പിക രേഖയാണ് പ്രകാശിക അക്ഷം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പദം നോക്കിയാലോ. എന്താണ് അപ്പേച്ചർ അല്ലെ? എന്താണ് അപ്പേച്ചർ? ലെൻസിലൂടെ പ്രകാശം കടന്നുപോകുന്ന ഭാഗത്തിന്റെ പരപ്പളവാണ് അപ്പേച്ചർ. എന്താണ്? പരപ്പളവാണ് അപ്പേച്ചർ. ലെൻസിലൂടെ, ഇതാണ് ലെൻസ് അല്ലെ. ഈ ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുന്ന ഭാഗം, നമുക്കറിയാം പ്രകാശം ഇങ്ങനെയും കടന്നു പോകാം, ഇങ്ങനെയും കടന്നു പോകാം. ആ കടന്നു പോകുന്ന ഭാഗത്തിന്റെ പരപ്പളവാണ് അപ്പേച്ചർ. ക്യാമറ, മൈക്രോസ്കോപ്പ് തുടങ്ങിയ പ്രകാശിക ഉപകരണങ്ങളിൽ സ്റ്റോപ്പ് ഉപയോഗിച്ച് അപ്പേച്ചർ വ്യത്യാസപ്പെടുത്താം. അപ്പോ ക്യാമറ, മൈക്രോസ്കോപ്പ് തുടങ്ങിയ പ്രകാശിക ഉപകരണങ്ങളിൽ എന്തുപയോഗിച്ച്? സ്റ്റോപ്പ് ഉപയോഗിച്ച് ഈ അപ്പേച്ചർ എന്ത് ചെയ്യാം? നമുക്ക് വ്യത്യാസപ്പെടുത്താൻ കഴിയും. മനസ്സിലായില്ലേ അല്ലെ? അപ്പൊ എന്താണ് പ്രകാശിക കേന്ദ്രം? അത് ലെൻസിന്റെ മധ്യബിന്ദുവാണ്. എന്താണ് വക്രതാ കേന്ദ്രം? അത് ലെൻസ് ഭാഗമാകുന്ന ഗോളത്തിന്റെ മധ്യബിന്ദുവാണ്, അല്ലെങ്കിൽ അതിന്റെ കേന്ദ്രമാണ്. എന്താണ് പ്രകാശിക അക്ഷം? ഈ 2 വക്രതാ കേന്ദ്രങ്ങളിലൂടെയും പ്രകാശിക കേന്ദ്രത്തിലൂടെയും ഒരു സാങ്കല്പിക രേഖ കടന്നു പോവുകയാണെങ്കിൽ അതാണ് പ്രകാശിക അക്ഷം. അപ്പോൾ എന്താണ് അപ്പേച്ചർ? ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുന്ന ഭാഗത്തിന്റെ പരപ്പളവാണ് അപ്പേച്ചർ അല്ലെ. നമുക്ക് വീണ്ടും ഒരു അടുത്ത ചോദ്യം നോക്കിയാലോ. ലെൻസിന്റെ പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള അകലത്തെ വിളിക്കുന്ന പേരെന്താണ്? എന്താണ്? ലെൻസിന്റെ പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള അകലത്തെ വിളിക്കുന്ന പേര്? ഓപ്ഷൻ എ വക്രതാ റേഡിയസ് ആണോ? അല്ല. ഓപ്ഷൻ ബി അപ്പേർച്ചർ ആണോ? നമ്മൾ കുറച്ചു മുന്നേ പഠിച്ചു അല്ലേ അപ്പേർച്ചർ എന്താണെന്ന്. ഓപ്ഷൻ സി ഫോക്കസ് ദൂരം ആണോ? ഓപ്ഷൻ ഡി പവർ. അതെ, ഓപ്ഷൻ സി ഫോക്കസ് ദൂരമാണ് ആൻസർ. അപ്പോൾ ലെൻസിന്റെ പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള അകലത്തെ വിളിക്കുന്ന പേരെന്താണ്? അത് ഫോക്കസ് ദൂരമാണേ. ഇതിനെപ്പറ്റി നമ്മുടെ SCERT പറയുന്നുണ്ട്. നോക്കൂ, ഫോക്കസ് ദൂരം അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് അല്ലെ. ഫോക്കസ് ദൂരം അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത്. ലെൻസിന്റെ പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് ഫോക്കസ് ദൂരം. ലെൻസിന്റെ പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് ഫോക്കസ് ദൂരം. അത് എന്തെന്ന് ഡിനോട്ട് ചെയ്യുന്നു? എഫ് എന്നല്ലേ, സ്മോൾ എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ലെൻസിന്റെ പ്രകാശിക കേന്ദ്രം. എന്താണ് പ്രകാശിക കേന്ദ്രം? ലെൻസിന്റെ മധ്യബിന്ദുവാണ് പ്രകാശിക കേന്ദ്രം. ആ പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് ഫോക്കസ് ദൂരം. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. ഒരു പ്രസ്താവന ചോദ്യമാണല്ലേ. നമുക്ക് നോക്കിയാലോ.
കോൺകേവ് ലെൻസ് പ്രകാശരശ്മികളെ വിവ്രജിക്കുന്നു. ശരിയാണോ? കോൺകേവ് ലെൻസ് പ്രകാശരശ്മികളെ വിവ്രജിക്കുന്നു. ശരിയാണോടാ? അത് ശരിയാണല്ലേ. ഇപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കോൺവെക്സ് ലെൻസ് പ്രകാശരശ്മികളെ സംരചിക്കുന്നു. ശരിയാണോ? അതെ, അതും ശരിയാണ്. അപ്പൊ നമുക്ക് ഇതിൽ ഏത് ഓപ്ഷനാണ് വരുന്നത്? ഓപ്ഷൻ എ 1, 2 എന്നിവ ശരിയാണ്. അതായത് കോൺകേവ് ലെൻസ് പ്രകാശരശ്മികളെ വിഭജിക്കുന്നു, കോൺവെക്സ് ലെൻസ് പ്രകാശരശ്മികളെ സംരചിക്കുന്നു. നോക്കാം, ഇതാ ഇവിടെ 2 പിക്ചർ ഇല്ലേ? ഇത് കോൺവെക്സ് ലെൻസ് ആണ്, ഇത് കോൺകേവ് ലെൻസ് ആണ് അല്ലെ. ഇത് കോൺവെക്സ് ലെൻസ് ആണ്, ഇത് കോൺകേവ് ലെൻസ് ആണ്. ഇതാ നമ്മുടെ ഒപ്റ്റിക് സെന്റർ ഇവിടെ ഉണ്ട്, ഫോക്കസ് ഉണ്ട് അല്ലെ. ഫോക്കസ് നമ്മൾ ഫോക്കൽ ലെങ്ത് പഠിച്ചതുണ്ട്. ഇതെന്താ? കോൺകേവ് ലെൻസ് ആണ്. ഇവിടെ എന്തുണ്ട്? ഒപ്റ്റിക് സെന്റർ ഉണ്ട്, ഫോക്കസ് ദൂരമൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. കോൺവെക്സ് ലെൻസിന്റെ പ്രകാശിക അക്ഷത്തിന് സമീപത്തോടു കൂടി സമാന്തരമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം ലെൻസിന്റെ മറുവശത്ത് പ്രകാശിക അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ സംരചിക്കുന്നു. ഈ ബിന്ദുവാണ് കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് അല്ലെ. കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്തെങ്കിലും മനസ്സിലായോടാ? പറഞ്ഞു തരാം. കോൺവെക്സ് ലെൻസിന്റെ പ്രകാശിക അക്ഷത്തിന് സമീപത്തോടു കൂടി നമ്മൾ പഠിച്ചില്ലേ എന്താണ് പ്രകാശിക അക്ഷം? അതെ, ഈ സെന്ററിലൂടെയും അതായത് പ്രകാശിക കേന്ദ്രത്തിലൂടെയും വക്രതാ കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്ന സാങ്കല്പിക രേഖയിലെ പ്രകാശിക അക്ഷം, അതായത് ഈ കാണുന്ന ഈ വരെയാണ് പ്രകാശിക അക്ഷം. ഈ പ്രകാശിക അക്ഷത്തിന് സമീപത്തോടു കൂടി സമാന്തരമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ, അതായത് ഇതാണ് പ്രകാശരശ്മികൾ എന്ന് കരുതുക. ദാ ഈ പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ടല്ലേ ഈ പ്രകാശരശ്മികൾ പോകുന്നത്. ഈ പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം, നമുക്കറിയാം ലെൻസിൽ എന്താണ് അപവർത്തനം സംഭവിക്കാറുണ്ട് അല്ലേ. നമുക്ക് അപവർത്തനം എന്താണെന്ന് പഠിക്കാം. ഈ അപവർത്തനത്തിന് ശേഷം ലെൻസിന്റെ മറുവശത്ത്, അതായത് ഇത് ലെൻസിന്റെ ഈ വശം, ഈ ലെൻസിന്റെ മറുവശത്ത് പ്രകാശിക അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ, ഈ പ്രകാശിക അക്ഷത്തിലെ ഒരു ബിന്ദു അല്ലേ ഇത്, ഈ ബിന്ദുവിൽ സംരചിക്കുന്നു അല്ലെങ്കിൽ കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരുമിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. സംരചിക്കുന്നു അല്ലെങ്കിൽ കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുമിക്കുന്നു. അതല്ലേ നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത്. ദാ ഇവിടുന്ന് പ്രകാശരശ്മികൾ വരുന്നു, അത് ലെൻസിലെ അപവർത്തനത്തിന് ശേഷം എന്താണ് ഈ ഒരു പോയിന്റില് എല്ലാം ഒരുമിച്ച് ചേരുകയാണ് അല്ലേ. ആ പോയിന്റിനെ അല്ലെങ്കിൽ ഒരുമിച്ച് ചേരുന്ന ഈ ബിന്ദുവാണ് കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ്. എന്താണ്? കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ്. അപ്പൊ മനസ്സിലായോ എന്താണ്? കോൺവെക്സ് ലെൻസിന്റെ പ്രകാശിക അക്ഷത്തിന് സമീപത്തുകൂടി സമാന്തരമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം ലെൻസിന്റെ മറുവശത്ത് പ്രകാശിക അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ സംരചിക്കുന്നു. ഈ ബിന്ദുവിനെ പറയുന്ന പേരാണ് എന്ത്? മുഖ്യ ഫോക്കസ്. അപ്പൊ കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് കോൺകേവ് ലെൻസ് നോക്കിയാലോ. കോൺകേവ് ലെൻസിന്റെ പ്രകാശിക അക്ഷത്തിന് സമീപത്ത് കൂടി സമാന്തരമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം അതേ വശത്ത് പ്രകാശിക അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് അകന്നു പോകുന്നതായി തോന്നുന്നു. ഈ ബിന്ദുവാണ് കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ്. നമുക്ക് നോക്കാം കോൺകേവ് ലെൻസ്. ഇതാ കണ്ടോ, ഇവിടെയും എന്താണ് പ്രകാശിക അക്ഷമുണ്ട്. ഈ പ്രകാശിക അക്ഷത്തിന് സമാന്തരമായി എന്ത് വരുന്നു? പ്രകാശരശ്മികൾ വരുന്നു അല്ലേ. ഇതാ ഇതുപോലെ പ്രകാശരശ്മികൾ പ്രകാശിക അക്ഷത്തിന് സമാന്തരമായി വരുന്നുണ്ട്. പക്ഷെ എന്നാൽ ഇവിടെ പോലെയാണോ? നോക്കൂ, ഈ രശ്മി എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇതാണെങ്കിലും ഇങ്ങോട്ട് പോകുന്നു. ഈ പ്രകാശരശ്മി ഇങ്ങോട്ട് പോകുന്നു, ഈ പ്രകാശരശ്മി ഇങ്ങോട്ട് പോകുന്നു. അത് ഈ പ്രകാശിക അക്ഷത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ വന്ന് ഒന്നിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. ഇതിനെ നമ്മൾ വിവ്രജിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്യുക കേട്ടോ. ഇവിടെ നമ്മൾ എന്താ വാക്ക് പഠിച്ചത്? സംരചിക്കുന്നു എന്നല്ലേ. അപ്പൊ കോൺകേവ് ലെൻസിൽ നമ്മൾ പറയുന്നതാണ് വിവ്രജിക്കുന്നു. എന്താണ്? വിവ്രജിക്കുന്നു അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യുക എന്ന് പറയും. എന്ത് പറയും? ഡൈവേർജ് ചെയ്യുക എന്ന് പറയും. അതല്ലേ ഇതിൽ കാണുന്നത്? ഇവിടെ പറഞ്ഞതും അതല്ലേ. കോൺകേവ് ലെൻസിന്റെ പ്രകാശിക അക്ഷത്തിന് സമീപത്തു കൂടി സമാന്തരമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം അതേ വശത്ത്, എന്താണ്? അതേ വശത്ത് പ്രകാശിക അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് അകന്നു പോകുന്നതായി തോന്നുന്നു. ഈ ബിന്ദുവാണ് കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ്. അപ്പൊ കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്താണെന്ന് മനസ്സിലായോ? ഈ ഇങ്ങോട്ട് പോയ വരകളെ
നമ്മൾ ജസ്റ്റ് ഒന്ന് ഡോട്ടഡ് ലൈനായിട്ട് ഇങ്ങോട്ട് കൊടുക്കുകയാണ് അല്ലേ? ഇതാ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മുഖ്യ ഫോക്കസ്, കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ഇവിടെയാണ്. മനസ്സിലായോ? പ്രകാശിക അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് അകന്നു പോകുന്നതായി തോന്നുന്നു. ഈ ബിന്ദു, അതായത് കോൺകേവ് ലെൻസിന്റെ ഈ ബിന്ദുവാണ് മുഖ്യ ഫോക്കസ്. അപ്പൊ കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്താണ്? അത് ലെൻസിന്റെ മറുവശത്താണ്. ഈ പ്രകാശിക അക്ഷത്തിൽ വന്നിട്ട് ഇത് കൂടിച്ചേരുന്ന ഈ ബിന്ദുവാണ് കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ്. എന്നാൽ കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്താണ്? അത് ഇവിടെയാണ് വരുന്നത്. എന്നാൽ കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്താണ്? അത് ഇവിടെയാണ് വരുന്നത് അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത് നോക്കിയാലോ. കോൺവെക്സ് ലെൻസിന്റെ പ്രകാശിക അക്ഷത്തിന് സമാന്തരമായി കടന്നുപോകുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നതിനാൽ കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമായി പരിഗണിക്കുന്നു. അപ്പൊ എന്താണ്? കോൺവെക്സ് ലെൻസിന്റെ പ്രകാശിക അക്ഷത്തിന് സമാന്തരമായി കടന്നുപോകുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസ്, നമ്മൾ കുറച്ചു മുന്നേ കണ്ടില്ലേ, ഇതാണ് മുഖ്യ ഫോക്കസ് അല്ലേ? ഈ പ്രകാശരശ്മികളെല്ലാം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഇത് എന്താണ്? ഇത് യഥാർത്ഥ ഒരു പ്രതിബിംബമാണ് തരുന്നത് അല്ലെ? യഥാർത്ഥമായി പരിഗണിക്കുന്നു. ഇതിന്റെ മുഖ്യ ഫോക്കസ് എന്തായി പരിഗണിക്കുന്നു? യഥാർത്ഥമായി പരിഗണിക്കുന്നു. എന്നാൽ ദാ കോൺകേവ് ലെൻസിലെ നോക്കിയേ, കോൺകേവ് ലെൻസിലെ കണ്ടോ, കോൺകേവ് ലെൻസിൽ ഇവിടെയാണോ വരുന്നത്? ഇവിടെയല്ലേ? അതുകൊണ്ട് ഇത് എന്താണ്? കോൺകേവ് ലെൻസിൻ്റെത്, കോൺകേവ് ലെൻസിൻ്റെത് മിഥ്യയാണ് കേട്ടോ. ഇവിടെ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് യഥാർത്ഥമാണെങ്കിൽ കോൺകേവ് ലെൻസിൻ്റെത് മിഥ്യയാണ്. എന്താണ്? മിഥ്യയാണ്. മനസ്സിലായില്ലേ? നമുക്കതാ വേറൊരു ചോദ്യം നോക്കിയാലോ. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതും എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നതുമായ പ്രതിബിംബങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതും എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നതുമായ പ്രതിബിംബങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് ഓപ്ഷൻ എ യഥാർത്ഥ പ്രതിബിംബമാണോ? ഓപ്ഷൻ ബി മിഥ്യാ പ്രതിബിംബമാണോ? ഓപ്ഷൻ സി വിപരീത പ്രതിബിംബമാണോ? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏതാണ്? അത് ഓപ്ഷൻ ബി മിഥ്യാ പ്രതിബിംബമാണല്ലേ. അതായത് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല എന്നാൽ നമുക്ക് കാണാൻ കഴിയും. അതിനെ പറയുന്ന പേരാണ് എന്ത്? മിഥ്യാ പ്രതിബിംബം. ഓക്കെ, ഒരു ചോദ്യം കൂടെ നോക്കിയാലോ. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബങ്ങളാണെങ്കിലോ, നമ്മൾ കുറച്ചു മുന്നേ പഠിച്ച എന്താണ്? സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല എന്നാൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബമാണെങ്കിൽ അത് ഓപ്ഷൻ ബി യഥാർത്ഥ പ്രതിബിംബമാണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ ബി യഥാർത്ഥ പ്രതിബിംബമാണ്. ഓക്കെ, മനസ്സിലായില്ലേ? സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതും എന്നാൽ നമുക്ക് കാണാൻ മാത്രം കഴിയുന്നതുമായ പ്രതിബിംബങ്ങളാണ് മിഥ്യാ പ്രതിബിംബങ്ങൾ അഥവാ വിർച്വൽ ഇമേജസ്. എന്താണ്? മിഥ്യാ പ്രതിബിംബങ്ങൾ അഥവാ വിർച്വൽ ഇമേജസ്. നമ്മുടെ കോൺകേവ് ലെൻസിൽ അല്ലെ, കോൺകേവ് ലെൻസിൽ എന്താണുള്ളത്? മിഥ്യാ പ്രതിബിംബമാണ് കേട്ടോ. കോൺകേവ് ലെൻസിൽ മിഥ്യാ പ്രതിബിംബമാണ്. എന്താ? സ്ക്രീനിൽ പതിപ്പിക്കാവുന്ന പ്രതിബിംബങ്ങളാണ് യഥാർത്ഥ പ്രതിബിംബങ്ങൾ അല്ലെ. എന്താണ്? റിയൽ ഇമേജസ്. നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചതാണല്ലേ. അത് ഏതിൽ കാണപ്പെടുന്നു? അത് കോൺവെക്സ് ലെൻസിലാണ് കേട്ടോ. ഏതാണ്? കോൺവെക്സ് ലെൻസിലാണ് അല്ലേ. എന്താ? യഥാർത്ഥ പ്രതിബിംബങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക. എന്തൊക്കെയാണ്? പഠിച്ചു വെക്കണേ. ക്യാമറയിൽ ലഭിക്കുന്നത് എന്താണ്? അത് യഥാർത്ഥ പ്രതിബിംബമാണ്. സിനിമ സ്ക്രീനിൽ രൂപപ്പെടുത്തുന്നത് അതെന്താണ്? അതും യഥാർത്ഥ പ്രതിബിംബത്തിന് ഉദാഹരണമാണ്. അപ്പൊ എന്തൊക്കെയാണ് യഥാർത്ഥ പ്രതിബിംബത്തിന് ഉദാഹരണം? ക്യാമറയിൽ ലഭിക്കുന്നത്, സിനിമ സ്ക്രീനിൽ രൂപപ്പെടുന്നത്, അതുപോലെ കണ്ണിലെ റെറ്റിനയിൽ കേട്ടോ, കണ്ണിലെ റെറ്റിനയിൽ രൂപപ്പെടുന്നതും യഥാർത്ഥ പ്രതിബിംബമാണ്. എന്താണ്? കണ്ണിലെ റെറ്റിനയിൽ രൂപപ്പെടുന്നതും യഥാർത്ഥ പ്രതിബിംബമാണ്. മനസ്സിലായോ? അപ്പൊ എന്താണ് യഥാർത്ഥ പ്രതിബിംബം, എന്താണ് മിഥ്യാ പ്രതിബിംബം എന്ന് മനസ്സിലായോ? ഓക്കെ, നമുക്കൊരു ചോദ്യം നോക്കിയാലോ. ഒരു ലെൻസിന് എത്ര അപവർത്തന പ്രതലങ്ങളുണ്ട്? ഒരു ലെൻസിന് എത്ര അപവർത്തന പ്രതലങ്ങളുണ്ട്? അത് 2 ആണ് കേട്ടോ. ഓപ്ഷൻ ബി 2 ആണ് ആൻസർ. എങ്ങനെ നോക്കിയാലോ. ഒരു ചോദ്യം നോക്കിയിട്ട് നമുക്ക് നോക്കാം. പ്രകാശം ഒരു ലെൻസിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസം ഏതാണ്? പ്രതിഫലനം, വിസരണം, അപവർത്തനം, വിഭജനം. നമുക്കറിയാം ഓപ്ഷൻ സി അപവർത്തനമാണ് അല്ലെ. നമ്മൾ കുറച്ചു മുന്നേയും ഒരുപാട് സെന്റൻസിൽ ഈ വേർഡ് നോക്കിയതാണ് അല്ലെ. എന്താണ് അപവർത്തനം നോക്കിയാലോ. നോക്കാം അല്ലെ. അതിനു മുന്നേ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ലെൻസുകൾ എന്ന ചാപ്റ്ററിൽ വരുന്ന ഒരു പോയിന്റ് ആണ്. ഓരോ ലെൻസിനും 2 പ്രതലങ്ങളുണ്ട്. ഇവ രണ്ടിലൂടെയും പ്രകാശം കടന്നു പോകുമ്പോൾ അപവർത്തനം സംഭവിക്കും. അതായത് ഒരു ലെൻസിന് എത്ര അപവർത്തന പ്രതലങ്ങളുണ്ട്? 2. ഇതാണ് നമ്മൾ എന്താണ് കുറച്ചു മുന്നേ പഠിച്ചത്. ഓരോ ലെൻസിനും
രണ്ട് പ്രതലങ്ങളുണ്ട്. ഇവ രണ്ടിലൂടെയും പ്രകാശം കടന്നു പോകുമ്പോൾ അപവർത്തനം സംഭവിക്കും. അതായത് ഒരു ലെൻസിന് എത്ര അപവർത്തന പ്രതലങ്ങളുണ്ട്? 2 അപവർത്തന പ്രതലങ്ങളുണ്ട്. കേട്ടോ, എത്രയുണ്ട്? 2. അപ്പോൾ എന്താണ് അപവർത്തനം എന്ന് നോക്കിയാലോ. ഈ വേർഡ് നമ്മൾ ലെൻസ് പഠിച്ചപ്പോഴെല്ലാം ഒരുപാട് ആവർത്തിച്ചില്ലേ. അപ്പൊ എന്താണ് അപവർത്തനം? ലെൻസിലുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് അപവർത്തനം. അപ്പൊ എന്താണെന്ന് നോക്കിയാലോ. ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു. ഈ പ്രതിഭാസമാണ് അപവർത്തനം. നമ്മൾ കുറച്ചു മുന്നേ കോൺവെക്സ് ലെൻസ് പഠിച്ചപ്പോൾ കണ്ടില്ലേ, എന്താണ്? ഇവിടെ നിന്നൊരു പ്രകാശം വന്നു. ഈ പ്രകാശം എന്ത് ചെയ്തു? ഇതാണ് പ്രകാശിക അക്ഷമെങ്കിൽ ഇത് ഇങ്ങോട്ടേക്കും പോയില്ലേ? അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നേ. ഒരു മാധ്യമത്തിൽ നിന്ന്, അതായത് നമ്മുടെ ഒരു വായുവിൽ നിന്നാണ് ഈ പ്രകാശം വന്നത്. അപ്പൊ അതൊരു മാധ്യമമല്ലേ? ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു. ഈ പ്രതിഭാസമാണ് അപവർത്തനം. നമ്മളിതാ ഇവിടുന്ന് ഒന്ന് വരച്ചപ്പോഴും ഇവിടെ വന്നതിന് ശേഷം അതിന് എന്ത് സംഭവിച്ചു? ദിശയ്ക്ക് വ്യതിയാനം സംഭവിച്ച് എന്ത് സംഭവിച്ചു? ദിശയ്ക്ക് വ്യതിയാനം സംഭവിച്ചു അല്ലെ? അതാണ് അപവർത്തനം. നമ്മൾ കോൺകേവ് ലെൻസിലും നമ്മളിത് കണ്ടില്ലേ. ഇതാണ് കോൺകേവ് ലെൻസ് എന്നുണ്ടെങ്കിൽ ഇതാണ് പ്രകാശിക അക്ഷം. ഇവിടെ വന്ന പ്രകാശം അല്ലെ എന്ത് ചെയ്തു? ഇവിടെ വന്നതിന് ശേഷം അത് ഇങ്ങോട്ട്, അതല്ലേ നമ്മൾ വിഭജിക്കുക എന്ന് പറഞ്ഞത്, കോൺവെക്സ് ലെൻസ് സംരചിക്കുക എന്ന് പറഞ്ഞത്. ഇവിടെ നിന്ന് വന്ന പ്രകാശരശ്മി എന്ത് സംഭവിച്ചു? ഇത് ഇങ്ങോട്ടേക്ക് ഡിവൈഡായി, അല്ലെങ്കിൽ അതിന്റെ ദിശ വ്യത്യാസം വന്നു. അതാണ് അപവർത്തനം. എന്താണ് അപവർത്തനം? മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു. ഈ പ്രതിഭാസമാണ് അപവർത്തനം. എന്താണ് അപവർത്തനം? ഓക്കേടാ, നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ലെൻസിന്റെ ഒരുപാടൊന്നും പോയില്ല അല്ലെ, കുറച്ച് പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞത്. നമുക്ക് ഇനിയും ഒരുപാട് പോയിന്റ് ഉണ്ട്. PSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന, ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു സിലബസ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് ലെൻസ് എന്ന് പറയുന്നത് അല്ലെ. ലെൻസിൽ കണക്ക് ചോദിക്കാറുണ്ട്. പിന്നെ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസിന്റെയും വ്യത്യാസം ചോദിക്കാറുണ്ട്. നമ്മൾ പഠിച്ചില്ലേ ഇന്ന്? കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസിന്റെ വ്യത്യാസം ചോദിക്കാറുണ്ട്. പിന്നെ ചില സമയത്ത് എന്താ ചോദിക്കുക? ഒരു ഇമേജിന്റെ ഒക്കെ ഒരു നമ്മൾ 2F-നും ഇപ്പുറത്ത് വെക്കുന്ന എന്താണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടില്ലേ? അതായത് തലകീഴായി എപ്പോൾ കാണപ്പെടുന്നു, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് അടുത്ത ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ പഠിക്കാം. ഉറപ്പായിട്ടും എല്ലാവരും നോക്കുക, പഠിക്കുക. എക്സാംസ് ഒക്കെ വന്നു, ഡേറ്റ് ഒക്കെ വന്നു, എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള വീണ്ടും SCRT സീരീസുകൾക്ക് അല്ലെ, SCRT ഇതുപോലത്തെ ബ്ലൂ പ്രിന്റ് ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉള്ളതും ചോദിച്ചതുമായ ക്വസ്റ്റ്യൻസും അതിന് റിലേറ്റഡ് ഫാക്ട്സ് SCRTയിൽ നിന്ന് തന്നെ ടോപ്പിക് വൈസ് കാണുന്നതിന് ഈ ചാനൽ ഉറപ്പായിട്ടും കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.